ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജോ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കുമളി ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലാണ്. ഇവിടെ നല്ല തിരക്കാണ്. എന്താണെന്നല്ലേ, വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ക്ഷേത്രം, അതും കൊടും കാട്ടിനുള്ളിൽ, കൃത്യമായി പറഞ്ഞാൽ പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ. ഇങ്ങനൊരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ വലിയ ആകാംക്ഷ തോന്നി. എന്തായാലും ഒന്ന് പോകണമെന്ന് മനസ്സിൽ കുറിച്ചിരുന്നു. ഇടുക്കി ജില്ലയിലെ കുമളിക്ക് സമീപം കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. എല്ലാ വർഷവും ചിത്രപൗർണമി നാളിലെ ഉത്സവത്തിന് മാത്രമാണ് പൊതുജനത്തിന് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളത്. ഇത്തവണത്തെ ഉത്സവം മെയ് 5-നായിരുന്നു. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ പഴയൻകുടിയിൽ നിന്ന് 7 കിലോമീറ്ററും ഇടുക്കി ജില്ലയിലെ കുമളിയിൽ നിന്ന് 14 കിലോമീറ്ററും അകലെ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ മംഗളദേവി ക്ഷേത്രത്തിലേക്ക് റോഡ് മാർഗം പോകാൻ കഴിയുക കുമളി വഴി മാത്രമാണ്. വനം വകുപ്പിൻ്റെ പ്രത്യേക പാസുള്ള വാഹനങ്ങൾ മാത്രമേ കുമളിയിൽ നിന്ന് 14 കിലോമീറ്റർ അകലെയുള്ള ക്ഷേത്രത്തിലേക്ക് തേക്കടി വഴി കടത്തിവിടുകയുള്ളൂ. കുമളിയിൽ നിന്ന് 2 രീതിയിൽ മംഗളദേവി ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയും. ഒന്നുകിൽ ജീപ്പിൽ, അല്ലെങ്കിൽ 14 കിലോമീറ്റർ കാനനപാതയിലൂടെ കാൽനടയായി. ചിത്രപൗർണമി ഉത്സവ നാളിൽ കുമളി ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് ക്ഷേത്രത്തിലേക്ക് ധാരാളം ജീപ്പുകൾ സർവീസ് നടത്തുന്നുണ്ട്. കുമളിയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ജീപ്പിൽ യാത്ര ചെയ്യുന്നതിന് ഒരാൾക്ക് 150 രൂപയാണ് ചാർജ്. ജീപ്പിൽ പോകാൻ വേണ്ടി രാവിലെ 4 മണി മുതൽ തന്നെ ആളുകളുടെ വലിയ തിരക്ക് നമുക്ക് കാണാം. രാവിലെ 6 മണി മുതലാണ് കാൽനടയായി പോകാൻ നമ്മളെ അനുവദിക്കുക. എന്നാൽ കാനന ഭംഗി ആവോളം ആസ്വദിച്ച് പക്ഷിമൃഗാദികളെയും കണ്ട് പ്രകൃതി അടുത്തറിഞ്ഞുള്ള 14 കിലോമീറ്റർ കാട്ടുപാതയിലൂടെയുള്ള കാൽനടയാത്ര തീർച്ചയായും ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. കാൽനടയാത്രക്കാർക്കായി കുടിക്കാൻ കുടിവെള്ളവും വഴിയോരത്ത് വെച്ചിട്ടുണ്ട്. വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിലെ ഉത്സവം കൂടാൻ 10,000-കണക്കിന് പേരാണ് എത്തുന്നത്. ബഹുഭൂരിപക്ഷവും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളത്. വലിയ തിരക്ക് പ്രതീക്ഷിച്ചിരുന്നതിനാൽ തലേന്ന് രാത്രി തന്നെ ഞാൻ കുമളിയിലെത്തി സ്റ്റേ ചെയ്തു. കുമളിയിലെ ഹോട്ടലുകളെല്ലാം തന്നെ റൂമുകൾ നിറയുന്ന അവസ്ഥയിലായിരുന്നു. പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലായതിനാൽ പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും തന്നെ കടത്തിവിടുകയില്ല. കടുവയെയോ ആനയോ കരടിയോ നേരിൽ കാണാമെന്ന പ്രതീക്ഷയിൽ കുമളിയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് കാൽനടയായി തന്നെ പോകാൻ തീരുമാനിച്ച എനിക്ക് മൃഗങ്ങളെ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. ആകെ കാണാൻ സാധിച്ചത് കുറച്ച് അട്ടകളെയാണ്.
എന്നാൽ ഇടതൂർന്ന വനത്തിലൂടെയും കുത്തനെയുള്ള കുന്നുകളിലൂടെയുമുള്ള ആ 14 കിലോമീറ്റർ യാത്ര ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു അനുഭവം തന്നെയായിരുന്നു. കാനനപാതയിലെ ദുർഘടമായ വഴികളിലൂടെ ജീപ്പുകൾ ഭക്തരെയും കൊണ്ട് നിരനിരയായി പോകുന്ന കാഴ്ച മനോഹരമായിരുന്നു. ചിത്രപൗർണമി നാളിലെ ഉത്സവത്തിനൊഴികെ വർഷം മുഴുവൻ അടഞ്ഞുകിടക്കുന്ന ഈ ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്ന് 1337 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ കണ്ണകി പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് മംഗളദേവി ക്ഷേത്രം. തമിഴ് ഇതിഹാസകാവ്യമായ ചിലപ്പതികാരത്തിലെ നായികയാണ് കണ്ണകി. സംഘകാലത്തിൽ രചിക്കപ്പെട്ട ഇളങ്കോവടികളുടെ ചിലപ്പതികാരത്തിലാണ് ദേവീ പരിവേഷമുള്ള കണ്ണകിയെക്കുറിച്ചും അവരുടെ ഭർത്താവായ കോവലനെക്കുറിച്ചും പറയുന്നത്. ഒരു സാധാരണ സ്ത്രീയുടെ പ്രതികാരം ഒരു നഗരത്തെ തന്നെ കത്തിച്ചാമ്പലാക്കിയ കഥ. നർത്തകിയായ കണ്ണകിയുടെ ചിലമ്പ് വിൽക്കാൻ മധുരയിലെത്തിയ കോവലനെ മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാവിൻ്റെ ഭടന്മാർ രാജ്ഞിയുടെ നഷ്ടമായ ചിലമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് പിടികൂടി രാജസന്നിധിയിലെത്തിച്ച് വിചാരണ ചെയ്ത് തൂക്കിലേറ്റി. ഇതറിഞ്ഞ കണ്ണകി മുടിയഴിച്ച് മധുരയിലെത്തുകയും കയ്യിലുണ്ടായിരുന്ന മറുചിലമ്പ് നിലത്തെറിഞ്ഞുടയ്ക്കുകയും ചെയ്തു. തൻ്റെ തെറ്റു മനസ്സിലാക്കിയ പാണ്ഡ്യരാജാവ് മാപ്പ് പറഞ്ഞെങ്കിലും കണ്ണകിയുടെ കോപം ശമിച്ചില്ല. കോപാകുലയായ കണ്ണകി തൻ്റെ കോപാഗ്നിയിൽ മധുരാ നഗരം തന്നെ ചാമ്പലാക്കിയെന്നാണ് കഥ. അതിനുശേഷം പെരിയാറിന് തീരത്തുള്ള ഈ കുന്നിൻ മുകളിൽ അവരെത്തുകയും ഇവിടെ വെച്ച് സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. രണ്ടായിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് ചേര രാജാവായ ചേരൻ ചെങ്കുട്ടവനാണ് ഇവിടെ ക്ഷേത്രം പണിഞ്ഞതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. സുരുളിക്കുന്നിൽ കുടിയിരിക്കുന്ന മംഗളാദേവിയെ കാണാൻ ചിത്രപൗർണമി നാളിൽ 10,000-കണക്കിന് ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം കേരളത്തിൻ്റെ ഭാഗമായ മംഗളാദേവി ക്ഷേത്രത്തിന് വേണ്ടി 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട് അവകാശവാദം ഉന്നയിക്കുകയും ഇതൊരു തർക്ക വിഷയമാവുകയും ചെയ്തു. അങ്ങനെ മുമ്പുണ്ടാകാതിരുന്ന നിരോധനം പിന്നീടുണ്ടായി. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ ടൈഗർ റിസർവിലായതിനാൽ നിരോധനം തുടർന്നു പോകാനും കാരണമായി.
രാവിലെ 7 മണിയോടെ കാൽനടയായി കുമളിയിൽ നിന്ന് തിരിച്ച് ഞാൻ അങ്ങനെ 10:30 ക്ഷേത്രത്തിലേക്കെത്തി. കണ്ണകി ദേവിയെ കാണാനും അനുഗ്രഹം നേടാനുമായി ആയിരക്കണക്കിന് ജനങ്ങൾ വന്നുകൊണ്ടിരുന്നു. ക്ഷേത്രത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചയും വളരെ മനോഹരമായിരുന്നു. ഇടുക്കി തേനി കളക്ടർമാരുടെ മേൽനോട്ടത്തിലാണ് ചിത്രപൗർണമി ഉത്സവം നടത്തുന്നത്. കണ്ണകി ദേവിയെ കണ്ട അനുഗ്രഹം വാങ്ങുന്നതിനൊപ്പം കൊടും വനത്തിലൂടെയുള്ള സാഹസിക യാത്ര അനുഭവിച്ചറിയാൻ കൂടിയാണ് ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. ക്ഷേത്രത്തിന് പുറത്ത് കഴിക്കാനായി ഭക്ഷണം ലഭിക്കുന്നുണ്ടായിരുന്നു. പുലാവ് പോലെ ഒരു ഭക്ഷണമായിരുന്നു അത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം തിരികെ പോകാനായി ഞാൻ ജീപ്പിനടുത്തേക്ക് നടന്നു. അങ്ങനെ ഉച്ചയ്ക്ക് 2 മണിയോടെ ക്ഷേത്രത്തിൽ നിന്ന് തിരികെ ജീപ്പിൽ ഞാൻ കുമളിയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഒരു പിടി ഓർമ്മകളുമായി ഈ യാത്രയും കടന്നുപോയി.
തിരികെ ഇനി എറണാകുളം വഴിയാണോ അതോ കോട്ടയത്ത് ഇറങ്ങി വേണോ എൻ്റെ നാടായ കായംകുളത്തിന് പോകേണ്ടത് എന്ന് ചിന്തിച്ച് ജീപ്പിലിരുന്ന എന്നെ കുമളി ബസ് സ്റ്റാൻഡിൽ വരവേറ്റത് കായംകുളം ബോർഡ് വെച്ചൊരു KSRTC ഫാസ്റ്റ് പാസഞ്ചറാണ്. നീ ഇന്ന് ഒരുപാട് നടന്നതല്ലേ, ഇനി അധികം അലയാതെ നേരെ വീട്ടിലേക്ക് പൊയ്ക്കോളൂ എന്ന് അങ്ങ് ദൂരെ മലമുകളിലിരുന്ന് കണ്ണകി ദേവി എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ഓൾ.